കല്യാണം അടിപൊളിയായിരുന്നില്ലേ? നിങ്ങളൊക്കെ അല്ലേ എൻജോയ് ചെയ്തില്ലേ? ഞാൻ അടുത്ത റിസപ്ഷൻ അതിന് പോകാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ഇല്ല, കുറേ പേർക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പേരെ മിസ് ചെയ്തു. ഞങ്ങൾ ഹൽദി, സംഗീത്, കല്യാണം, റിസപ്ഷൻ അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഈ മന്തൊക്കെ ഷൂട്ടിംഗ് ടൈം ആണല്ലോ. ഒരുപാട് പേര് മൃദുല ചേച്ചി ഒന്നും എത്തിയിട്ടുണ്ടായില്ല. അടിപൊളിയായിരുന്നു. അടിപൊളി സ്നേഹം, വഴക്ക്, തല്ല് എല്ലാം കൊണ്ട് ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ അവസാനം അത് വണിഞ്ഞു. അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം അതൊക്കെ നേരത്തെ ഈ 7 വർഷത്തിന് മുന്നേ അറിയാവുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇഷ്ടമാണെന്ന് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനൊരു താല്പര്യമുണ്ട് എന്നുള്ളത്. പിന്നെ അതങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാം എന്നുള്ളൊരു ഡിസിഷനായിട്ട് വന്നു. ആളിവിടെ ഭാരത് ബെൻസിൻ്റെ ഓഫീസിൽ അഡ്മിനായിട്ട് വർക്കാണ്. ഞാനിനി ആൾ അതിൻ്റെ വർക്ക്, പിന്നെ ഞാൻ സീരിയൽ, പിന്നെ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സിത്താര എന്ന് പറഞ്ഞു ഫ്ലവേഴ്സിൽ പുതിയ സീരിയൽ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അരുൺ. ഞാൻ ഒരു ഓഫീസിൽ അങ്ങനെ റിലേഷൻഷിപ്പ്, ഒരു മാരേജ് 7 വർഷമായി ഞങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട്. അവസാനം അത് കല്യാണത്തിലേക്ക് എത്തി. ഓക്കെ, ഞങ്ങളെന്നാ നീങ്ങിക്കോട്ടെ. കോസ്റ്റ്യൂം സാരി, കല്യാൺ സിക്സ്, ഇതൊക്കെ ചെന്നൈ നമ്മൾ പർച്ചേസിനായിട്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ആളെ ഞാൻ ഫുൾ എല്ലാ പ്ലാനിങ് ഡിസൈൻസ് എല്ലാം. അത് പ്ലാനിങ്ങിലാണ്. ഞങ്ങളൊരു 3 ഫ്രണ്ട്സും കൂടി കല്യാണം കഴിക്കാണ്ട് ഈ ഒരു നെക്സ്റ്റ് മന്ത് ആയിട്ട്. അപ്പോൾ ഒരുമിച്ചൊരു ഫ്രണ്ട്സ് കം ഹണിമൂണാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. നിങ്ങളിപ്പോ എത്തി? താങ്ക് യു. അല്ലല്ല, ലവ് മാരേജ്. 7 വർഷത്തെ. നിങ്ങൾ ഈ വണ്ടി കയറുന്ന ഹോളിലോട്ട് നമ്പർ മേഡം എത്തില്ലേ? വേണ്ടേ?